മാസപ്പടി കേസിൽ പിണറായിക്കും മകൾക്കും അഴിയാക്കുരുക്ക്. കരാർ പിണറായിയുമായുള്ള ബന്ധം നിലനിർത്താനെന്ന് CMR MD ശശിധരൻ കർത്തയുടെ മൊഴി. സേവനം നൽകിയിട്ടില്ലെന്ന് വീണ സമ്മതിച്ചുവെന്നും ED. സ്വത്തു കണ്ടുകെട്ടാൻ റിപ്പോർട്ട്. അക്കൗണ്ടുകളിലെ 32 ലക്ഷം രൂപ മരവിപ്പിച്ചു. പുറത്തുവന്ന മൊഴി മാധ്യമ സൃഷ്ടിയെന്ന് പിണറായി വിജയൻ. പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറി MLA സ്ഥാനം രാജിവെക്കണമെന്ന് ഷോൺ ജോർജ്. സിക്കിമിൽ തുരങ്കത്തിൽ മണ്ണിടിഞ്ഞു മരിച്ച NHPC ജിയോളജിസ്റ്റ് അനീഷ് മോഹൻ അന്ത്യാഞ്ജലി. സംസ്കാരം അല്പസമയത്തിനകം കോട്ടയം പാമ്പാടിയിലെ വീട്ടുവളപ്പിൽ. അന്ത്യാഞ്ജലി അർപ്പിച്ച് നിരവധി പേർ. മൃതദേഹം കേരളത്തിലെത്തിച്ചത് രാവിലെ. ദുരന്തം കവർന്നെടുത്ത സങ്കീർണ ശാസ്ത്ര രഹസ്യങ്ങൾ ലളിതമായി വിശദീകരിച്ച പ്രതിഭാശാലി. ചോദ്യചോർച്ചയിലെ പ്രതിഷേധം തീർക്കാൻ സമരക്കാരുമായി കേന്ദ്രത്തിന്റെ തുടർചർച്ച 3 മണിക്ക്. ധർമ്മേന്ദ്ര പ്രധാൻ രാജി തന്നെ സമരക്കാരുടെ ആവശ്യം. നിലപാട് അറിയിക്കാമെന്ന് സർക്കാർ. രാജിയില്ലാതെ പാർലമെന്റിൽ ചർച്ചയ്ക്കില്ലെന്ന് രാഹുൽ ഗാന്ധി. ഡൽഹിയിൽ നിയന്ത്രണങ്ങൾ തുടരുന്നു. വഖഫ് വിവാദത്തിൽ തനിക്ക് നേരെ നീണ്ട ആരോപണങ്ങൾ നിഷേധിച്ച് പ്രതിപക്ഷ നേതാവ്. വർഗീയത പ്രചരിപ്പിച്ചിട്ടില്ല. അമുസ്ലിം അംഗങ്ങളെന്ന ആവശ്യം BJP-യുടേത്. മുഖ്യമന്ത്രി നടത്തുന്നത് സംഘപരിവാർ സേവയെന്നും പിണറായി. മറുപടിയുമായി N. ഷംസുദ്ദീൻ. BJP-ക്കെതിരെയുള്ള പോരാട്ടം പിണറായിയിൽ നിന്ന് പഠിക്കേണ്ട കാര്യമില്ല. കടുത്ത മുന്നറിയിപ്പുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഇനിയും KPCC-ക്ക് പ്രസിഡന്റ് ഉണ്ടായില്ലെങ്കിൽ പാർട്ടി സംവിധാനം തകരും. ജാതി നോക്കി അധ്യക്ഷനെ തീരുമാനിക്കാൻ നിർത്തണം. നിലപാട് പാർട്ടിയെ അറിയിച്ചുവെന്ന് ഉണ്ണിത്താൻ. വൈദ്യുതി പ്രതിസന്ധിയുടെ കാരണത്തെ ചൊല്ലി വാക്പോര്. ഉത്തരവാദികൾ കഴിഞ്ഞ LDF സർക്കാരെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇപ്പോൾ നിയന്ത്രണം വേണ്ടിവന്നത് കഴിഞ്ഞ ഏപ്രിലും മെയിലും വൈദ്യുതി കടം വാങ്ങിയതിനാൽ. പ്രതിസന്ധിക്ക് കാരണം മഴക്കുറവാണെന്ന മുഖ്യമന്ത്രിയുടെ വാദം തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ്. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലും ലോഡ് ഷെഡിംഗ് നടപ്പാക്കിയിട്ടില്ല എന്ന് വിശദീകരണം. ചിങ്ങപ്പുലരി മുതൽ അടുത്ത കർക്കിടകം വരെ ശബരിമലയിൽ കണ്ഠരര് ബ്രഹ്മദത്തൻ പുതിയ തന്ത്രി. ദേവസ്വം ബോർഡ് തീരുമാനം. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ കണ്ഠരര് രാജീവരുടെ ആവശ്യപ്രകാരം. ഒഴിഞ്ഞത് ആരോഗ്യ കാരണങ്ങളാണെന്ന് രാജീവരുടെ വിശദീകരണം. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഇനി പെയിൻ കില്ലർ കിട്ടില്ല. മെഡിക്കൽ ഷോപ്പുകൾക്ക് നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി. സിറിഞ്ചും കൊടുക്കരുതെന്ന മുന്നറിയിപ്പ്. ആരോഗ്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചെന്നും ചെന്നിത്തല. നടപടി ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗം. ഞാൻ അവരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശക്തമായ നടപടി ഈ കാര്യത്തിൽ ഉണ്ടാകും. രാജ്യാന്തര മയക്കുമരുന്നു കടത്തിന്റെ മുഖ്യ സൂത്രധാരന്മാർ കൊച്ചിയിൽ പിടിയിൽ. സിനിമാ സ്റ്റൈലിൽ കേന്ദ്ര ഏജൻസികളുടെ സംയുക്ത ഓപ്പറേഷൻ. കൊച്ചി ലുലു മാളിന് മുന്നിൽ. പിടിയിലായത് തിരുവനന്തപുരം സ്വദേശി ഉമേഷും മലപ്പുറം സ്വദേശി ഫിർദോസും. വലയിലാക്കിയത് 1000 കോടിയുടെ ലഹരിക്കടത്തിലെ മുഖ്യ സൂത്രധാരന്മാരെ. തിരുവനന്തപുരം പൊന്മുടി റോഡിൽ തുടർച്ചയായ 2ാം ദിവസവും കാട്ടാന ഇറങ്ങി. ബൈക്കിൽ സഞ്ചരിച്ച അച്ഛനും മകളും രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട്. കാട്ടാനയ്ക്ക് മുന്നിൽ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. നെല്ലിയാമ്പതിയിൽ ജനവാസ മേഖലയിൽ ചക്കക്കൊമ്പനിറങ്ങി. പ്ലാവിളക്കി ചക്ക നിന്ന് മടങ്ങുന്ന ആനയെ പേടിച്ച് പ്രദേശവാസികൾ. കൊല്ലത്ത് കുളത്തപ്പുഴയിൽ അമ്മയുടെ മൃതദേഹത്തിൽ പൂജ നടത്തി മകൻ. മരിച്ചത് 90 വയസ്സുകാരിയായ ചിന്നരമു. മകൻ കൃഷ്ണസ്വാമി മൃതദേഹത്തെ പൂജിച്ചത് 5 നാൾ. മാനസിക സ്വാസ്ഥ്യമുണ്ടെന്ന് സൂചന.